വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി കനക്കുന്നു. അരുണാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. അസമിൽ 6 ജില്ലകളിലായി 22,000-ലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. മാത്രമല്ല, രക്ഷാപ്രവർത്തകർ സഞ്ചരിച്ച ബോട്ടും കാണാതായി. മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും നിരവധി റോഡുകളും വീടുകളും കൃഷിസ്ഥലങ്ങളും ഒലിച്ചുപോയി. ഒറ്റപ്പെട്ടുപോയ ഗ്രാമങ്ങളിൽ വ്യോമസേനയുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്. അസമിൽ 6 ജില്ലകളിലായി 22,000-ലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. ധേമാജി ജില്ലയിലെ സിമൻ നദിയിലെ റെയിൽവേ പാലത്തിന്റെ ഒരു തൂൺ ഭാഗികമായി തകർന്നത് റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായി നിരവധി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വെള്ളപ്പൊക്കം വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര ദുരിതാശ്വാസവും ദീർഘകാല പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ ജലവിഭവ മന്ത്രി സുശാന്ത ബോർഗോഹെയ്നോടും റവന്യൂ ദുരന്ത നിവാരണ മന്ത്രി കേശവ് മഹന്തയോടും ധേമാജിയിൽ തന്നെ തുടരാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുകയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നേരിടുന്നതിൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം NDRF, SDRF, അഗ്നിശമന സേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായം തുടരുമെന്നും അറിയിച്ചു. ഈ മാസം ആദ്യം അരുണാചൽ പ്രദേശിലുടനീളം കനത്ത മഴയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. ഇത് റോഡ് ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചു. അരുണാചൽ പ്രദേശിലെ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ കനത്ത മഴ പെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അതീവ ജാഗ്രത പാലിക്കാനും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് IMD റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.